അങ്ങനെ എടുക്കാൻ പാടില്ലോ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ദുബൈയിലെ ദോ ക്രൂയിസിൽ പോയതാണ് കേട്ടോ. കഴിഞ്ഞ വീക്കിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ പോണത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയത് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4:15 കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ വരാൻ കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ അതേ ഞങ്ങൾ 4 പേരും അവിടെ എത്തിയിട്ട് അവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്കിനും അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, അത്രയും വലിയ സർപ്രൈസാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്കും പിന്നെ വേറെ ഫ്രണ്ടിനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവരൊരു സർപ്രൈസ് എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ കേക്ക് കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചത് എല്ലാവരും കൂടെ കൂടുമ്പോൾ കഴിക്കാം. അപ്പോൾ നൂറിൻ കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അവൾ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. ലാസ്റ്റ് അത് പറയണ വരെ എനിക്കും അവൾക്കും അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള സർപ്രൈസാണെന്നുള്ളത്. എന്താ പറയുക, ശരിക്കും ഞെട്ടി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു സർപ്രൈസ് കിട്ടണത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് കിട്ടാനും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അത് നമുക്ക് ഇഷ്ടമുള്ളതൊന്നും കിട്ടൂലല്ലോ. പക്ഷെ അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ട് എനിക്ക് എന്താ പറയേണ്ടത്, ചിരിക്കണോ കരയണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിന് ഇവരോടൊക്കെ എനിക്ക് നല്ല തീരാത്തൊരു നന്ദി പറയാനുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും അവിടെ ബർത്ത്ഡേയുടെ പാട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ നിന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ ഇത് ബർത്ത്ഡേ അല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോഴും എനിക്കറിയില്ല അവളുടെ ബർത്ത്ഡേ എന്നുള്ളത്. പിന്നെ ആണ് മനസ്സിലായത് അവളുടെ ബർത്ത്ഡേ ആണ്. പിന്നെ എനിക്കും ചെറിയ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആകെ ഷോക്കായിപ്പോയി. എനിക്ക് പറഞ്ഞിട്ട് തീരണില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയിട്ട് താഴെയാണ് ഇരുന്നത്, സത്യത്തിൽ മേലെ ഇരുന്ന്. പിന്നെ അവർ വന്ന് പറഞ്ഞപ്പോഴാണ്, അപ്പോഴത്തേനും മേലൊക്കെ ഫുൾ ആൾക്കാരായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവർ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അതേ താഴെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും മേലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡും ഉണ്ടായിരുന്നു. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് ഒക്കെ കഴിക്കാൻ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് വലിയ ഗുണമൊന്നുമില്ല, എന്നാലും നമ്മൾ കഴിച്ചിട്ടാ.
ഫുഡ് പ്രതീക്ഷിച്ചിട്ട് അവിടെ പോകണ്ട, നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ പോയതായിരുന്നു. അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ താഴെ എത്തി. കേക്കൊക്കെ മുറിച്ചിട്ടാ മേലെന്ന് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. കാരണം ഇവിടെ ഫുൾ ആൾക്കാരല്ലേ, അപ്പോൾ താഴെ നിന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ അതേ പാട്ടൊക്കെ വെച്ചിട്ട് ഒരാൾ നിന്ന് കറങ്ങണ കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് അതിലുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ആ ഒരു 2 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഞങ്ങൾ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 29 ദിർഹംസാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ, ഫുഡ് അടക്കം. അപ്പോൾ അതിനുള്ളത് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ രാത്രിയാണെങ്കിൽ 35 ദിർഹംസാണെന്ന് തോന്നുന്നു. ഇവരിത് ഓഫർ ഇട്ടേക്കണമെന്ന് തോന്നുന്നു. ഇതിലും കൂടുതൽ പൈസ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നത്. അതും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ താഴെ വന്നിട്ട് കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് കട്ട് ചെയ്യാന്നുള്ളതിൽ നിൽക്കുകയാണ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. അപ്പോൾ അവളാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ് സുമി ഇങ്ങോട്ട് വാ, സുമിയോട് വാ നിൽക്കുന്നൊക്കെ പറയാം. അപ്പോഴും എനിക്ക് ഓർമ്മയില്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോഴാണ് അവർ പറഞ്ഞത് സുമി നാട്ടിൽ പോകണോണ്ട് സുമിക്കും കൂടെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റും കൂടെ തന്നപ്പോൾ ഞാൻ ആകെ ഷോക്കായി. ഞങ്ങളെല്ലാരും കണ്ടു. അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ എല്ലാവരും ഓരോ ലെറ്ററും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഇങ്ങനെയൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. അതുപോലെ ഈ ലെറ്റർ തരുന്ന പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതിലെഴുതിയേക്കണമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് സങ്കടവുമായി നല്ല സന്തോഷവുമായിട്ടാ.
അപ്പോൾ ഓരോരുത്തരിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്കുള്ള ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കുണ്ടായിരുന്ന ഗിഫ്റ്റ് അവൾക്ക് ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്കൊരു നോസ് പിന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ ഇതുപോലെ ലെറ്റർ അവൾക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ 13 പേരല്ല കേട്ടോ, കുറച്ച് പേരും കൂടെ ഉണ്ട്. അവർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കിനി അവരെ ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ലല്ലോ, ഞാൻ നാട്ടിൽ പോവല്ലേ, അവർക്കും എന്നെ കാണാൻ പറ്റൂല. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്നിട്ടാണ് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിട്ടാ ബാക്കി. ഉണ്ടല്ലോ ആധാരങ്ങൾ കട്ട് ചെയ്യാൻ കരഞ്ഞില്ല, പക്ഷെ കണ്ണുകൾ തിളങ്ങുന്നു ഇപ്പോഴും. ഗ്രൂപ്പിൽ പുറത്താക്കരുത്. എക്സാമിന് സമയത്ത് ഭയങ്കര തിരക്കിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ സർപ്രൈസ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഭയങ്കര എനിക്ക് ആ സംബന്ധം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ ഇപ്രാവശ്യം പോയിട്ട് ഭയങ്കര ഹോളായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറയാ, പിന്നെ എന്റെ ഒരു മറവിക്കാരനായത് കൊണ്ട് എപ്പോഴും എന്താ പറയാ ഞാൻ നിൽക്കുന്നത് ബേർഡേ കളിയായിരിക്കും. അപ്പൊ അങ്ങനെ പോയിട്ട് സർപ്രൈസ് ഉണ്ടാവും. ഞാൻ മിക്കവരെ കണ്ടിട്ടും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാകുന്നത് ഭയങ്കര ഒരു മനസ്സിന്റെ ഒരു ഞെട്ടിരിക്കുമായിരിക്കും. ആ അതല്ലേ ഒരാൾ
അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ നോസ്പിന്ന്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്, എൻ്റെ മാലക്ക് മാച്ചായിട്ടുള്ള നോസ്പിന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ലെറ്റേഴ്സും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ എൻ്റെ നിന്ന് മിസ്സായാലും എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഇതിൽ എന്നും ഉണ്ടാവുമല്ലോ ഈ ഓർമ്മകളൊക്കെ, എനിക്ക് എപ്പോഴും കാണാനും എല്ലാത്തിനും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഞാൻ നാട്ടിൽ പോണതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.